തിരുവനന്തപുരത്ത് നിന്ന് പുതുവർഷത്തിന്റെ ആദ്യ വാർത്തയുമായി ഷീജ നമ്മളോടൊപ്പം ചേരുകയാണ്. കോൺഗ്രസിനുള്ളിലെ പ്രശ്നങ്ങളാണ് അതിനകത്ത്. വി.എം. സുധീരനാണ് കേന്ദ്രബിന്ദു. നമ്മുടെ വി എം സുധീരൻ കോൺഗ്രസ് പാർട്ടിയുമായി ബന്ധപ്പെട്ടു ഉന്നയിച്ച വിമർശനങ്ങളുള്ള നേതൃത്വത്തിന്റെ അസംതൃപ്തി, അസഹിഷ്ണുത, അല്ലെങ്കിൽ വിയോജിപ്പ്, വിമർശനം, ഇതെല്ലാം അടങ്ങുന്ന ഒരു കോൺഗ്രസ് രാഷ്ട്രീയ അന്തരീക്ഷം നിൽക്കുന്നുണ്ട്. അതായത് വിമർശിച്ചു കഴിഞ്ഞാൽ ഏറ്റവും മോശമായ രീതിയിലാണ് അതിനോടുള്ള പ്രതികരണം എന്നതാണ്. അത് ഇപ്പോൾ രാഷ്ട്രീയ എതിരാളികളോട് മാത്രമല്ല, സ്വന്തം പാർട്ടിയിൽപ്പെട്ട ആളുകളോട് പോലും ആ രീതിയിൽ കോൺഗ്രസ് നേതൃത്വം പ്രതികരിക്കുന്നുവെന്നാണ് ഈ വിഷയത്തിൽ കണ്ടത്. അതിൽ വി എം സുധീരൻ അങ്ങനെ ഒരു പ്രതികരണം വന്നതിന് ശേഷവും അതേക്കുറിച്ച് വളരെ ശക്തമായി പറഞ്ഞു. ഇനിയും KPCC യോഗങ്ങളിൽ പോകും, പറയാനുള്ളതൊക്കെ പറയും. ഇത്തരം നിലപാട് കൊണ്ടൊന്നും പറയാനുള്ള തന്റെ രീതിക്ക് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അപ്പൊ ഏതായാലും ഷീജ അല്ലെ, ഷീജ വിശദാംശങ്ങൾ. ഷീജ, ഗുഡ് മോർണിംഗ്. ഹാപ്പി ന്യൂ ഇയർ ഷീജ. ഹാപ്പി ന്യൂ ഇയർ. ഹാപ്പി ന്യൂ ഇയർ ശരത്. ഹാപ്പി ന്യൂ ഇയർ മനു. ഷീജ, പുതുവർഷത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയുമായിട്ടാണ് നിൽക്കുന്നത്. കോൺഗ്രസിലെ വിഷയങ്ങളിലാണല്ലോ പ്രധാനമായും വി.എം. സുധീരൻ അതിൻ്റെ കേന്ദ്രബിന്ദുവായി നിൽക്കുന്നു. അദ്ദേഹം ഉന്നയിച്ച ആക്ഷേപങ്ങൾ, അതിന് നേതൃത്വം നൽകിയ മറുപടി, അസഹിഷ്ണുത. 2024 കോൺഗ്രസിനുള്ളിലെ രാഷ്ട്രീയം കലുഷിതമായിരിക്കുമെന്ന സൂചനകളാണ് തരുന്നത്. തീർച്ചയായും മനു സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് 2023 സമാനമായ രീതിയിൽ തന്നെ 2024 കടക്കുമ്പോഴും ആ ഒരു അന്തരീക്ഷം കോൺഗ്രസിൽ അതേ രീതിയിൽ തുടരുന്നു എന്നുള്ളത് തന്നെയാണ് എടുത്തു പറയേണ്ടത്. പ്രത്യേകിച്ചും കോൺഗ്രസിനുള്ളിൽ തന്നെ പല വിഷയങ്ങളിലും ഭിന്നാഭിപ്രായം മാത്രമാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി തന്നെ ഉയർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും ഒടുവിലത്തേതാണ് വി.എം. സുധീരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയം. അദ്ദേഹം കുറച്ച് നാളത്തെ ഒരു ഇടവേളയ്ക്ക് ശേഷമാണ് KPCC എക്സിക്യൂട്ടീവിൽ കഴിഞ്ഞ ദിവസം പങ്കെടുത്തത്. അതിൽ അദ്ദേഹത്തിന് പറയാനുള്ള എല്ലാ വിഷയങ്ങളും അദ്ദേഹം തുറന്നു പറയുകയും ചെയ്തു. പക്ഷേ അത് വലിയ തോതിലാണ് അദ്ദേഹത്തിനെതിരെ ഉപയോഗിക്കാൻ ഇപ്പോൾ KPCC അധ്യക്ഷനടക്കം തീരുമാനിച്ചിരിക്കുന്നത്. പക്ഷേ ഇതിൽ കാണേണ്ടത് വി.എം. സുധീരൻ ഉന്നയിച്ചിട്ടുള്ള വിഷയങ്ങൾ, ആ വിഷയങ്ങളിൽ AI ഗ്രൂപ്പുകളിലെ പ്രധാന നേതാക്കൾ തന്നെ അദ്ദേഹത്തിനോടൊപ്പമുണ്ട് എന്നുള്ളതാണ് ഇതിൽ എടുത്തു പറയേണ്ട ഒരു വിഷയം എന്ന് പറയുന്നത്. പക്ഷേ ഒരു നേതാവിന് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് അവർക്ക് എന്ത് അഭിപ്രായമുണ്ടെങ്കിലും അവരുടെ യോഗങ്ങളിൽ കൃത്യമായ രീതിയിൽ അവതരിപ്പിക്കാം, ഒരു തരത്തിലുള്ള പ്രശ്നങ്ങളുമില്ല എന്നുള്ളതാണ്. പക്ഷേ വി.എം. സുധീരൻ ഈ വിഷയം, അദ്ദേഹം മുൻ KPCC അധ്യക്ഷൻ കൂടിയാണ് എന്നുള്ളത് ഓർക്കണം. അദ്ദേഹം ഈ വിഷയങ്ങൾ ഉന്നയിച്ച ഘട്ടത്തിൽ പ്രതികാര രീതിയിലുള്ള നിലപാടാണ് KPCC അധ്യക്ഷൻ K. സുധാകരൻ്റെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. അദ്ദേഹത്തെ പൂർണ്ണമായും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു സമീപനമാണ് ആ യോഗത്തിൽ വെച്ച് തന്നെ എടുത്തത് എന്നുള്ളത് എടുത്തു പറയേണ്ടതാണ്. അതും കേരളത്തിൻ്റെ നിരീക്ഷണ ചുമതലയുള്ള AICC ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ദീപാദാസ് മുൻഷി അടക്കം പങ്കെടുക്കുന്ന ഒരു യോഗം, അതിലാണ് ഈ രീതിയിൽ വി.എം. സുധീരനെ പൂർണ്ണമായും അവഹേളിക്കുന്ന തരത്തിലുള്ള ഒരു നിലപാട് സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ഒരു സാഹചര്യത്തിലാണ് അദ്ദേഹത്തിൻ്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്നുള്ളത് വ്യക്തമാക്കുന്നത്. ഇത് വലിയ തോതിൽ കോൺഗ്രസിന് ഇതിനകം തന്നെ പ്രതിസന്ധിയിൽ ആഴ്ത്തിയിട്ടുണ്ട്. കാരണം പല മുതിർന്ന നേതാക്കൾക്ക് ഈ ഒരു യോഗത്തിലേക്ക് വി.എം. സുധീരൻ എത്തുന്നത് പോലും A.K. ആന്റണി എന്നുള്ള മുതിർന്ന നേതാവിനെ നേരിട്ട് പോയി കണ്ടതിന് ശേഷമാണ് ഈ ഒരു യോഗത്തിലേക്ക് എത്തുന്നത് പോലും. അതുകൊണ്ട് തന്നെ പല മുതിർന്ന നേതാക്കളുടെയും ഒരു പിന്തുണ വി.എം. സുധീരന് ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ഇപ്പോൾ KPCC നേതൃത്വത്തിന് വലിയൊരു തലവേദനയായി മാറുന്നത്. കാരണം വലിയ തോതിൽ അദ്ദേഹത്തിന് നിലപാട് കടുപ്പിക്കുകയാണെങ്കിൽ അത് വലിയ തോതിൽ ഈ ഒരു സുധീരനുള്ള പിന്തുണ തിരിച്ചടിയാകാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്. അത് വലിയ തോതിൽ ഈ KPCC അധ്യക്ഷന് അടക്കം ഇതിൽ അലട്ടുന്നുണ്ട്. പ്രത്യേകിച്ചും KPCC അധ്യക്ഷൻ ചികിത്സയ്ക്ക് പോകുന്ന ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് പകരം ചുമതല നൽകുന്നതുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലും വലിയ തർക്കങ്ങൾ നിലനിന്നിരുന്നു. കാരണം ഒരാൾക്കായി പകരം ചുമതല എന്നുള്ള വിഷയം അംഗീകരിക്കാൻ സുധാകരൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഘട്ടത്തിൽ അത് വലിയ തോതിലുള്ള ചർച്ചകൾക്ക് ഇതിനകം തന്നെ കോൺഗ്രസ് നേതൃത്വത്തിനുള്ളിൽ ഇടയാക്കിയിട്ടുണ്ട്. കാരണം ഇത്തരത്തിൽ നൽകാതെ അദ്ദേഹത്തിൻ്റെ തൻപ്രമാണിത്വം നടപ്പാക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇതിൽ പ്രധാനപ്പെട്ട നേതാക്കൾ, A ഗ്രൂപ്പ് നേതാക്കൾ അടക്കം ഈ വിഷയം ദീപാദാസ് മുൻഷിയുടെ അടക്കം ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടുമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസ് ഈ ഒരു വിഷയത്തിൽ പ്രത്യേകിച്ചും ഇപ്പോൾ ഏറ്റവും ഒടുവിലായി സുധീരനുമായി ബന്ധപ്പെട്ടുള്ള വിഷയത്തിലാണെങ്കിൽ വലിയ തോതിൽ പ്രതിസന്ധിയിൽ ആയിരിക്കുന്ന ഒരു ഘട്ടം തന്നെയാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഷീജയാണ് എന്താണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്, വരും ദിവസങ്ങളിൽ എങ്ങനെയായിരിക്കും പോർമുഖം തുറക്കാൻ പോവുക? ഇപ്പോൾ KPCC അധ്യക്ഷൻ അമേരിക്കയിലേക്ക് പോവുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായും തിരിച്ചു വന്നതിന് ശേഷം അതിൽ കൂടുതൽ മറുപടികളൊക്കെ ഉണ്ടാകാം.
ഇല്ല, കോൺഗ്രസിൽ ഇതിനൊന്നും ഒരു തീർപ്പുള്ള പാർട്ടിയല്ല. എല്ലാ കാലവും ഇത്തരത്തിലേക്കുള്ള അഭിപ്രായങ്ങൾ, ഭിന്നാഭിപ്രായങ്ങൾ, നേതാക്കൾക്കിടയിലെ കിടമത്സരം, ഏറ്റവും പ്രധാനപ്പെട്ട ചില കാര്യങ്ങൾ ഇപ്പോൾ വി എം സുധീരൻ പുതിയ സാഹചര്യത്തിൽ പറഞ്ഞിട്ടുള്ളത് AI ഗ്രൂപ്പുകൾക്ക് അതീതമായി കോൺഗ്രസിനെ ഒരു പുതിയ കാലത്തേക്ക് നയിക്കാൻ വേണ്ടി വന്ന പുതിയ നേതൃത്വത്തിന്റെ കീഴിൽ 5 ഗ്രൂപ്പ്, ആ ഗ്രൂപ്പിന്റെ പേര് ഞാൻ പറയുന്നില്ല എന്ന് അദ്ദേഹം പറഞ്ഞത്. അപ്പോൾ അത്തരം പ്രശ്നങ്ങൾ, അതുപോലെ തന്നെ അയോധ്യ രാമക്ഷേത്ര പ്രതിഷ്ഠാ ദിനം എന്നുള്ളത്, ആ ചടങ്ങ് എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാഷ്ട്രീയ ആയുധമാക്കി, അല്ലെങ്കിൽ ഒരു രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി ഉപയോഗിക്കാൻ BJP നീങ്ങുന്നു എന്ന വലിയ വിമർശനം നിൽക്കുന്നു. ആ ക്ഷണം ഇതര പാർട്ടികൾ നിരസിക്കുമ്പോൾ, വിശ്വാസത്തിനെതിരല്ല എന്ന വിശദീകരണത്തോടുകൂടി തന്നെ നിരസിക്കുമ്പോൾ കോൺഗ്രസ് പാർട്ടി ആ ക്ഷണം സ്വീകരിച്ചിട്ട് നിൽക്കുന്നൊരു ഇതുണ്ട്. മാത്രമല്ല, പങ്കെടുക്കും എന്ന നിലയിലാണ് കോൺഗ്രസ് അതിനോട് പ്രതികരിച്ചിട്ടുള്ളത്. കൃത്യമായ നിലപാട് ഈ നിമിഷം വരെ പറഞ്ഞിട്ടില്ല.